ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുകയാണ്. 117 മീറ്റർ ടണലിലെ മാലിന്യം നീക്കാൻ റെയിൽവേ നടപടിയെടുക്കുന്നുണ്ടോ? 13 കിലോമീറ്ററോളം നീളുന്ന ആമേഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാൻ എന്ത് നടപടിയാണ് നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത്? ഈ മാലിന്യങ്ങൾ ഒഴുകി ഒടുവിൽ എവിടെയാണ് എത്തുന്നത്? നമ്മളിപ്പോൾ ഉള്ളത് വേളി കടപ്പുറത്താണ്. പോകാം ദൃശ്യങ്ങളിലേക്ക്. ഒരു തീരം മുഴുവൻ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. കടൽ ഈ മാലിന്യം ഉൾക്കൊള്ളില്ല. ഇത് വന്നത് ആമേഴഞ്ചാൻ തോട്ടിലൂടെ ഒഴുകി ആക്കുളം കായലിൽ പതിച്ച് വേളിക്കായലിലൂടെ ഒഴുകി കടലിലേക്ക് ഇറങ്ങുന്നു. കടൽ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ ഈ മാലിന്യം തീരത്തേക്ക് അടിയുന്നു. ഈ മത്സ്യബന്ധന ഗ്രാമം ഉൾപ്പെടെ ഇതിന്റെ ദുരിതം പേറുകയാണ്. ആശുപത്രി മാലിന്യം ഉൾപ്പെടെയുള്ളവ ഇവിടെ അടിഞ്ഞുകൂടുന്നു. നമ്മൾ കാണുന്നത് ഈ മാലിന്യത്തിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ഇറക്കി മാറ്റുന്ന ഒരാളെയാണ്. അത്ര സാധനങ്ങൾ കിട്ടിയാൽ അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ബാക്കിയുള്ളവ ഇവിടെ ഉപേക്ഷിക്കപ്പെടും. ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമം അവർ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഈ മാലിന്യം പേറുകയാണ്. ചേട്ടൻ ഇതിൽ ഏതൊക്കെ വേസ്റ്റ് എടുക്കുന്നത്? ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ. ബാക്കി ഇവിടെ ഉണ്ടാവും. കുപ്പി എടുക്കും. വെള്ളം കുടിക്കുന്ന കുപ്പിയില്ലേ? കുപ്പി. ഇതെല്ലാം ആമേഴഞ്ചാൻ തോട്ടിൽ നിന്ന് ഒഴുകി വരുന്നതാ. ഈ വേളിക്കായൽ വഴി വരുന്നതാ. കടലിൽ പോകുന്ന കടലിൽ തിരിച്ചടിച്ച് കരയിൽ കയറ്റും. കടലിലും വേസ്റ്റ് ഉണ്ട്. ഇത് ഈ എടുക്കാത്ത സാധനങ്ങൾ ഇവിടെ തന്നെ കിടക്കും. പിന്നെ എപ്പോഴാരാ മാറ്റുക? ഞാൻ തന്നെ മാറ്റുന്നത്. അല്ല, ഈ എടുക്കാത്ത സാധനങ്ങൾ പിന്നെ ആരെങ്കിലും മാറ്റുമോ? ഇല്ല, അവര് ഇവിടെ വേറെ 2 പേരുണ്ട്. അവര് ബോട്ടിൽ മാത്രമേ എടുക്കൂ. ഞാൻ ഈ ഐറ്റമേ എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് മിച്ചം വരുന്നത്, അത് കഴിഞ്ഞിട്ട് ഈ അവശേഷിക്കുന്ന ഇവിടെ തന്നെ കാണും. മിച്ചം വരുന്നത് ഇവിടെ തന്നെ കാണും. ആരും എടുക്കത്തില്ല. ഇല്ല, വേറെ ആരും എടുക്കില്ല. അതായത് നഗരത്തിന്റെ മാലിന്യങ്ങൾ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലേക്ക് വരികയാണ്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ആളുകൾ വലിച്ചെറിയാതിരിക്കുക. നമുക്ക് ഒരു കിലോ 15 രൂപ. 1 കിലോയ്ക്ക് എത്ര സമയം ജോലി ചെയ്താൽ 1 കിലോ കിട്ടും? ഇപ്പൊ 1 മണിക്കൂർ ആയില്ല. ഒരു ചാക്കായി. ഇത്രയും വേസ്റ്റ് വരികയാണ്. ഇത് വേസ്റ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടുന്നു. പക്ഷെ ആളുകൾ ഇങ്ങനെ വലിച്ചെറിയുന്നത് ശരിയാണോ? കേക്കട്ടെ, അവരെ കളയുന്നതുകൊണ്ട് നമുക്ക് ജോലി കിട്ടുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞാൽ കേൾക്കണം, അല്ലേ? തൊഴിൽ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആള് പോലും പറയുന്നത് അവർക്ക് ജോലി കിട്ടുന്നു, പക്ഷെ ആ ജോലി കൊണ്ട് അവർക്കൊരു സന്തോഷമില്ല. ഇങ്ങനെ വലിച്ചെറിയരുത് എന്ന കാര്യമാണ് പറയുന്നത്. നോയലിനൊപ്പം BB വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.